തൃശ്ശൂരിൽ നമുക്കൊരു അപ്രതീക്ഷിതമായ പരാജയം ഉണ്ടായി. പക്ഷേ ഞങ്ങൾ മുൻകൂട്ടി തന്നെ പറഞ്ഞിരുന്നു തൃശ്ശൂരിൽ അപകടകരമായ ചില രാഷ്ട്രീയ ചലനങ്ങൾ നടക്കുന്നുണ്ട്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ED അന്വേഷണം നടക്കുകയും ED നിരന്തരമായി CPM നേതാക്കന്മാരെ ചോദ്യം ചെയ്യുകയും എന്നാൽ ഒരു അറസ്റ്റ് പോലും പ്രധാനപ്പെട്ട നേതാക്കന്മാരെ നടത്താതിരിക്കുകയും ചെയ്ത സമയത്ത് ഞങ്ങൾ ഈ സംശയം പ്രകടിപ്പിച്ചിരുന്നു. അവസാന ഘട്ടത്തിൽ വരെ CPM നേതാക്കൾ അറസ്റ്റിലാകും എന്ന് വ്യാപകമായ പ്രചരണം നടത്തിയിട്ടും ഒരാളെയും അറസ്റ്റ് ചെയ്യാതെ സമ്മർദ്ദം ചെലുത്തി യഥാർത്ഥത്തിൽ CPM അവിടെ ഒരു ധാരണ ഉണ്ടാക്കിയിരിക്കുകയായി. ഒരു ഗൂഢാലോചന, അവിഹിതമായ ഒരു ബന്ധം CPM-ഉം BJP-യും തമ്മിൽ കേരളത്തിൽ ഉണ്ടായതായി ഞങ്ങൾ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതാണ് ഇവിടെ സംഭവിച്ചത് എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. മാത്രമല്ല, അവിടുത്തെ BJP സ്ഥാനാർത്ഥിക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ തൃശൂർ പൂരം പോലീസ് തന്നെ ഇടപെട്ട് കലക്കുന്ന ഒരു സംഭവം കൂടിയുണ്ടായി. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പോലീസ് തൃശൂർ പൂരം കലക്കുന്നത്. തൃശൂർ പൂരം കലങ്ങിയതിന്റെ പ്രതിഷേധവും അമർഷവും അവിടെ BJP സ്ഥാനാർത്ഥിക്ക് അനുകൂലമായിട്ടാണ് മാറിയത് എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. എന്തായാലും തൃശൂരിലുണ്ടായ പരാജയം UDF-ഉം പാർട്ടിയും അത് പ്രത്യേകമായി പരിശോധിക്കും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.